കൂട്ടുകാരെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് നെല്ലിക്ക പറിച്ച് നല്ല കാന്താരി മുളകൊക്കെ ആക്കി ഉപ്പിലിടാം. അപ്പോൾ കുറച്ച് നെല്ലിക്ക ഇന്നലെ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് ഞാൻ എടുത്തതാണ്, പക്ഷേ അത് ഡിലീറ്റ് ആയിപ്പോയി. അല്ലെങ്കിൽ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാമായിരുന്നു, പക്ഷേ അത് ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ കുറച്ച് അധികം പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ചും കൂടെ ഈ കിണറ്റിൻ്റെ മേലെ നെറ്റും വലയിട്ടിട്ടുണ്ട്. ആ വലയുടെ മേലെ കുറച്ചൊക്കെ വീണ് കിടക്കും, അതൊക്കെ പറക്കിയെടുക്കുകയാണ്. ഞാൻ അതിനിടയിൽ എൻ്റെ കുഞ്ഞ് പൂന്തോട്ടവും കൂടെ കാണിച്ചു തരാം. ഇതൊക്കെയാണ് പൂത്ത്, ഇതൊക്കെ ഒരു വെറൈറ്റി ഇലച്ചെടികളാണ്. മുമ്പ് ഒരുപാട് പൂച്ചെടികളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം പോയി. ഇനി ഓരോന്നൊക്കെ വാങ്ങിച്ച് വെക്കണം. കാന്താരി മുളകൊക്കെ പറിച്ചു. അണ്ണനും കൂടെ പറിച്ച് തരുന്നുണ്ട് കാന്താരി മുളക്. കാന്താരി ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇപ്പോൾ പുതിയതായിട്ട് ഒരെണ്ണം കൂടെ പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പിച്ചി വീട്ടിനകത്ത് അതെല്ലാം കഴുകി വൃത്തിയാക്കുന്ന കാര്യം കുറച്ച് റിസ്ക്കുള്ള കാര്യം. കാരണം വെച്ചാൽ അതിൻ്റെ കുഞ്ഞ് ഞെട്ടുണ്ട്, അതെല്ലാം എടുത്ത് കളയണം. അപ്പോൾ എല്ലാം കളഞ്ഞ് കുപ്പിക്കകത്തിട്ട് വെച്ചു. കാന്താരി മുളകൊക്കെ ഇട്ട് അപ്പോൾ ഉപ്പിട്ടപ്പോൾ എനിക്ക് കൂടുതലാണെന്ന് തോന്നി. അണ്ണം കുറച്ചും കൂടി ഇടുന്നു പറഞ്ഞപ്പോൾ എനിക്കൊരു കൂടിപ്പോയാലോ എന്ന് വിചാരിച്ചാണ് എനിക്കൊരു ടെൻഷൻ വന്നത്. അപ്പോൾ അണ്ണൻ പറഞ്ഞില്ല, കുഴപ്പമൊന്നുമില്ല, ഉപ്പ് നല്ല പിടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ കുപ്പിയിൽ എല്ലാം റെഡിയാക്കി 2 കുലുക്കൊക്കെ കൊടുത്തു, അത് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം പുറത്തുകൊണ്ടേ വീഡിയോസൊക്കെ എടുത്താൽ ഇതാണ് അണ്ണ ഉപ്പിലിട്ട് വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ